രമേശിനെ കുറിച്ച് പറയുമ്പം ആദിയെക്കുറിച്ച് പറയണം. ഇതെല്ലാം ഒരു കണക്ഷനാണ്. ആദി, രമേശ്, ഒരു ഷിബിനുണ്ട്. ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായി വന്നത് ഇദ്ദേഹത്തിന് ത്രൂ ആണ്. ഞാൻ ശരിക്കും ഈ ഹണി റോസ് വരുന്ന പരിപാടിയായിരുന്നെങ്കിൽ ശരിക്കും ഞാനിവിടെ വരില്ല. അപ്പോൾ എന്താ ഹണി റോസിനോട് എനിക്ക് ഇഷ്ടക്കേടുണ്ടോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ചോദ്യം. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യുമ്പം പലപ്പോഴും പരസ്യങ്ങൾക്ക് വേണ്ടി, കൂടുതൽ റീച്ചുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും സെലിബ്രിറ്റികളെ ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം ചെയ്ത ഒരു മഹത്തായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ആളുകളെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് ഇരുത്തിയതും ഇവിടെ ഇരിക്കുന്നവരും എല്ലാം ഈക്വലാണ്. പിന്നെ ഔപചാരികതയൊക്കെ പുറത്ത് അദ്ദേഹം സ്റ്റേജിലേക്ക് ഇരുത്തിയതായിരിക്കണം. ഞാൻ ഈ രമേശിനെ കുറിച്ച് 3 വാക്ക് പറയുകയാണ്. ഒന്ന്, നല്ലൊരു സുഹൃത്താണ് എനിക്ക് പേഴ്സണലി. രണ്ടാമത്, നല്ലൊരു മനുഷ്യനാണ്. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ നല്ലൊരു മനുഷ്യനാണ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ വളർച്ച ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ട്രഗിളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ആരെങ്കിലുമായിട്ടൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഉള്ളിലാണ് പുള്ളി കയറുന്നത്. സാധാരണ ഈ ഭക്ഷണം കൊടുത്താണ് ആൾക്കാർ ഉള്ളിൽ കയറുക എന്ന് പറയാം. പക്ഷേ അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം നമ്മളുടെ ആളായി മാറി നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തുടക്കകാലങ്ങളിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. ഇന്നും അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു മനുഷ്യനാണ് എന്നതാണ്. എന്തായാലും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനത്തെ ഇതൊരു ഭയങ്കര രസമുള്ളൊരു, അല്ലെങ്കിൽ സാധാരണ തിരിയൊക്കെ കത്തിച്ച് 2 പ്രസംഗമൊക്കെ പറഞ്ഞ് 2 പുട്ടപ്പം, ഇത് ഭയങ്കര ഒരു ഫ്രണ്ട്ലി, ഇമോഷണലി ഒക്കെ ഉള്ള ഒരു ഇതായിട്ട് മാറി. താങ്ക് യു രമേശ്. ഇതിൻ്റെ യാത്ര ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. Anybody can speak English. The Western Speaker, പാലാരിവട്ടം.